ഹായ് ഫ്രണ്ട്സ്, ഓവർസിയർ സിവിൽ പരീക്ഷകൾക്കായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഓവർസിയർ സിവിൽ ഗ്രേഡ് 1 തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുള്ളത്. KTDC-യിലേക്കും അതുപോലെ തന്നെ ഹൗസിംഗ് ബോർഡിലേക്കും ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് ഇപ്പോൾ ഈ ഓവർസിയർ സിവിൽ ഗ്രേഡ് 1 നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുള്ളത്. സിവിൽ എഞ്ചിനീയറിംഗിലെ ഡിപ്ലോമയോ അതിന് മുകളിലോ ക്വാളിഫിക്കേഷൻ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. I+ ഈ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏതൊക്കെയാണ് കാറ്റഗറി നമ്പർ 461/2025 എന്നുള്ളതാണ് ആദ്യത്തേത്. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്കാണ് ഈ ഒരു നിയമനം വരുന്നത്. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 1 സിവിൽ എന്നുള്ളതാണ് തസ്തികയുടെ പേര്. 26,500 മുതൽ 56,700 വരെയുള്ള മികച്ച ഒരു സ്കെയിൽ ഓഫ് പേ ആണ്. വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് പറയുന്നത്. പക്ഷെ കുറെ വേക്കൻസികൾ വരാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ്. ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കാൻ 36 വയസ്സാണ്. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 36 വയസ്സാണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ് വരിക. 2/1/1989 ശേഷം ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ആ ഡേറ്റ് ഉൾപ്പെടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. SC ST OBC ഉദ്യോഗാർത്ഥികൾക്ക് യൂഷ്വലായി കിട്ടുന്ന ഏജ് റിലാക്സേഷനും ആപ്ലിക്കബിൾ ആണ്. അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 462/2025 ആണ്. അതെന്താണ്? കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, അതായത് KTDC-യിലേക്കുള്ള ഓവർസിയർ ഗ്രേഡ് 1 തസ്തികയാണ്. അപ്പൊ ഇതിനും രണ്ടിനും നേരത്തെ നമ്മൾ പറഞ്ഞ ഹൗസിംഗ് ബോർഡിലേക്കാണെങ്കിലും KTDC-യിലേക്കാണെങ്കിലും ഒരേ പരീക്ഷ തന്നെ ആയിരിക്കും നടത്തുക. കോമൺ എക്സാം ആയിരിക്കും. ഒരേ സിലബസ് പഠിച്ചാൽ മതി, ഒരേ കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഒരുപാട് വേക്കൻസികളിലേക്കുള്ള ഓപ്പണിംഗ് ആണ് നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നത്. അപ്പൊ ഈ അവസരം മിസ്സാക്കരുത്. സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. I+-നൊപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വളരെ ചെറിയ ഫീസിൽ I+-ന്റെ കോഴ്സിൽ നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാം. ഇതിനും 36 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത്. 2/1/1989 തന്നെയാണ്. 2 വേക്കൻസികളാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഏതാണെങ്കിലും റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേനും ആ വേക്കൻസികളുടെ എണ്ണം കൂടും എന്നുള്ളതിൽ സംശയമില്ല. ഇപ്പൊ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് സിവിൽ 3-year കോഴ്സ് ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, ഡിപ്ലോമ റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെന്റ് എന്നുള്ളതാണ് 2 പോസ്റ്റുകളുടെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ. ബിടെക് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. I+-നൊപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ ഏറ്റവും മികച്ച ക്ലാസ്സുകളിലൂടെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. ഒട്ടും വൈകണ്ട, നന്നായിട്ട് പഠിക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഓവർസിയർ പരീക്ഷകൾ. 2026-ലാണ് ഈ പരീക്ഷ നടക്കുന്നത്. ഒരു 6 മാസമെങ്കിലും നമുക്ക് പഠിക്കാനുള്ള ഒരു സമയം കിട്ടും. കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും ഫുൾ സിലബസ് കവർ ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ സാധിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.